ഹലോ നമസ്കാരം കേട്ടാ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ തൃശ്ശൂരത്തെ വെടിക്കെട്ട് അപകടത്തിലെ മരിച്ചവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തിയും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ബന്ധുക്കൾക്കൊക്കെ ഉണ്ടായിരിക്കുന്ന ആ മാനസികമായിട്ടുള്ള ആഘാതത്തിൽ നിന്ന് സർവേശ്വരൻ എത്രയും പെട്ടെന്ന് അവർ കൈപിടിച്ച് ഏൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതായത് ഈ മാളികാ മുകളിൽ ഏറിയിരിക്കുന്ന മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറയുന്ന മാതിരി നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന മാറാപ്പ് ഒരു മന്നൻ്റെ തോളിൽ അല്ലെങ്കിൽ തലയിൽ ഭവം വെച്ച് കൊടുത്തതല്ല, അയാളുടെ ഭവതി കാരണം കൊണ്ട്, പെണ്ണുമ്പിള്ള കാരണം കൊണ്ട് ഈ സാധനം എടുത്ത് ഇറങ്ങി പോരേണ്ട അവസ്ഥ വന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് കാര്യം നടന്നതെന്ന് നമുക്ക് കേട്ടാലോ? ഓക്കെ, തുടങ്ങല്ലോ നമുക്ക്. സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ, ഞാൻ സാധാരണ ഓടുന്ന ഷിഫ്റ്റിൽ നിന്നൊന്നും മാറിയിട്ട് 2 ദിവസം ഓടേണ്ട ഒരു ഗതികേട് വന്നു. അതായത് പകൽ ഓടിക്കുന്ന പകരം കുറച്ച് രാത്രിക്ക് മാറിയിട്ട് ഓടേണ്ട അവസ്ഥ. അപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോൾ ഞാൻ ഒരു ദിവസം കിടന്ന് ഉറങ്ങി. നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോൾ ആ ഗ്യാസ് സ്റ്റേഷൻ, കുഞ്ഞൊരു ഗ്യാസ് സ്റ്റേഷനാണ് അത്. അവിടെ ഞാൻ ചെന്ന് എൻ്റെ ഫുഡൊക്കെ ചൂടാക്കി ലോണ്ടറി ഇടുന്ന സൈഡിൽ അവിടെ പോയി ഇരുന്ന് കഴിക്കാം. അവിടെ ലോഞ്ചുണ്ട് നമുക്ക് ഇരുന്ന് കഴിക്കാനായിട്ട്. അവിടെ പോയി കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ അവിടെ ഒരാളെ കണ്ടു. വേറൊരു ഡ്രൈവർ നിൽക്കുന്നു, വയസ്സായ ഒരു ഡ്രൈവർ, വെള്ളക്കാരൻ. പുള്ളി അവിടെ നിന്നിട്ട് ലോണ്ടറി ഇട്ടുകൊണ്ടിരിക്കുക, തുണി അലക്കിക്കൊണ്ടിരിക്കുക. അവിടെ മെഷീനിലിട്ടുണ്ട്. ഞാൻ കഴിക്കാണ്ട് പോയേക്കാന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നീ കഴിക്കുക, ഭക്ഷണം ചൂടാറും എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നു. എന്നിട്ടും എനിക്ക് വേണ്ടാണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വെറുതെ അവിടെ ചോദിച്ചു, എങ്ങോട്ടാ യാത്ര ചോദിച്ചു. അത് മോൺട്രിയൽ സൈഡിലേക്കാണോ അതോ ടൊറൻറ്റോ സൈഡിലേക്കാണോ ചോദിച്ചു. ഏത് നമ്മുടെ വെസ്റ്റ് സൈഡ് ആണോ ഈസ്റ്റ് ആണോ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്യില്ല പറഞ്ഞു. വർക്ക് ചെയ്യില്ല അല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയാൾ എന്നോട് ഞാൻ ഒന്ന് ചോദിക്കണ്ടാവുന്നില്ല. ഇത്രയും ചോദിച്ചപ്പോൾ എന്നോട് പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ ആ കാറിലാണ് താമസിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ കാർ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും രാത്രികളിൽ ലൈറ്റ് ഇട്ട് കിടക്കണം കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം എന്താ അറിയുക, ഇവിടെ ഈ ഗ്യാസ് സ്റ്റേഷൻകാർ സെക്യൂരിറ്റിനെ വെച്ചേക്കാന്നാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ബ്ലാക്ക് കാറ് സെക്യൂരിറ്റിയാന്ന് ഞാൻ വിചാരിച്ചത്, നീയായിരുന്നോ ചോദിച്ചു. പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, 43 വർഷം ട്രക്ക് ഓടിച്ചു, എല്ലാം ഉണ്ടാക്കി, സകലതും പോയി, ഒരിക്കലും ഒരു പെണ്ണായിട്ട് ഫൈറ്റ് ചെയ്യരുത്, എല്ലാം വിട്ടു പോകുമെന്ന് പറഞ്ഞു. നെവർ ഫൈറ്റ് വിത്ത് എ വുമൻ നിൽക്കുമ്പോൾ പുള്ളി ഒരു സാധനം അടിച്ചു. അപ്പോൾ ഞാൻ ആ ഭക്ഷണം മാറ്റി വെച്ചു. എൻ്റെ വിശപ്പ് സത്യം പറഞ്ഞാൽ പോയി. ചോദിച്ചാൽ എന്താ സംഭവം എന്ന് ചോദിച്ചു ഞാൻ. 43 വർഷം ട്രക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്തൊക്കെ ഉണ്ടാക്കും എന്നുള്ളത് എനിക്കറിയാം. ഇപ്പോൾ കുറച്ച് കുറവാണെന്നുള്ളൂ. പണ്ടൊക്കെ നമ്മൾക്ക് ഇങ്ങനെയായിരുന്നു അറിയില്ലേ. അപ്പോൾ ഇയാൾ പിന്നെ എങ്ങനെ പെരുവഴിയിൽ കാറിൽ കിടക്കുകയെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇതായി. അങ്ങനെ ഞാൻ ആളോട് സംസാരിച്ചു. ആളുടെ കഥകൾ കംപ്ലീറ്റ് ഞാൻ അവിടെ നിന്ന് കേട്ടു. അപ്പോൾ പുള്ളി ഇടയ്ക്ക് പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണത്തിനോടൊപ്പം ഞാൻ ആളുടെ കഥയും കൂടി കേട്ടു. ആ കഥ ഇങ്ങനെയാണ്. ഇയാൾ 18 വയസ്സ് കഴിഞ്ഞിട്ട് 20 വയസ്സുള്ള സമയത്ത് ഈ മനുഷ്യൻ ട്രക്ക് ഓടിക്കാൻ തുടങ്ങി. ന്യൂ ബേൺസിക്ക് എന്ന് കേട്ടിട്ടുണ്ട. അതായത് നമ്മുടെ കാനഡയുടെ ഒരു ഈസ്റ്റ് നോർത്തല്ല സൗത്തായിട്ട് വരും. അങ്ങനത്തെ ഒരു ബോർഡറിൽ കിടക്കണം. ഹാലിഫാക്സിൻ്റെക്കും പോണ ഭാഗത്ത്, നോവാസ്കോഷ്യയ്ക്കും പോണ റൂട്ടിലാണ് ന്യൂ ബേൺസിക്ക് ഒരു സിറ്റി ഉണ്ട്. അവിടെയാണ് ഈ മനുഷ്യൻ്റെ സ്ഥലം. ഇയാൾ അവിടെ ഇതാക്കി ട്രക്ക് ഓടിച്ച് ഒരു വീട്, വലിയൊരു ഫാം ഹൗസ്. ഇപ്പോൾ നമ്മൾ ഒരിക്കലും വലിയ ഭയങ്കര പൈസയാണ്, എന്നാലും വലിയ മോശം ഉണ്ടാവില്ല. അങ്ങനത്തെ ഫാം ഹൗസും കാണലിക്കുള്ള ഒരു മനുഷ്യൻ. 2 ആൺപിള്ളേരാണ്, ഒരു ഡോക്ടർ, ഒരാൾ തന്നെ. എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് ഒരു ഫാം ഡി പോലത്തെ, ഡോക്ടറുടെ ഒരു പൊസിഷൻ വരുന്ന വേറൊരു ടൈപ്പ് ഉണ്ടല്ലോ, ഡി ഫാം അല്ല ഉദ്ദേശിക്കുന്നത്, ഫാം ഡി പോലത്തെ ഒരു കോഴ്സ്. ആ മരുന്ന് ഉണ്ടാക്കുന്ന കമ്പനിയുടെ എന്തോ ഒരു ഗുണസാളാവൻ. ഇത്രയ്ക്കും ആണ്. ഭാര്യ സ്വസ്ഥം ഗൃഹഭരണം, മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഭാര്യനെ വീട്ടിലിരുത്തി സുഖമായിട്ട് അങ്ങനെ ഇയാൾ കിടന്ന് ചത്ത് പണിയെടുത്തു. ആൾ പറഞ്ഞു വെച്ചെങ്കിൽ 10-20 വർഷത്തോളം ഇയാൾ ചെയ്ത പണി മൂവിങ്ങിൻ്റെ വർക്കാണ്. വീടുകൾ മൂവ് ചെയ്യണം. അപ്പോൾ അതായത് ഈ ആൾക്കാർ മൂവണം, പിയാനോ സാക്കണ സാധനം എടുത്ത് പൊക്കി നേരെ വണ്ടി കയറ്റി വയ്ക്കുക, പോവുക. അങ്ങനെ 2 മാസം കഴിയുമ്പോഴേക്കും ആൾ വീട്ടിൽ വരിക. 2 ദിവസം 3 ദിവസം കഴിഞ്ഞ ആൾ വീണ്ടും പോവാണ്. അപ്പോൾ വീട്ടിൽ അയാളൊരു ഗസ്റ്റ് പോലെയായിരുന്നു. പക്ഷേ ആ വീട് എന്താ പറയുക, കൊട്ടാരം എന്ന് പറയില്ലേ, ഈ കൊട്ടാരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ ചത്ത് കിടന്ന് അങ്ങോട്ട് അർമായിച്ച് വന്ന് പണിയെടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇയാൾക്ക് ഡയഗ്നോസ് ചെയ്യപ്പെടുകയാണ്. എന്താണ്? ക്യാൻസറാണ്, പ്രശ്നമാണ്. അപ്പോൾ അണ്ണൻ പതുക്കെ ജോലിക്ക് ഒന്ന് ഒതുക്കി. അതായത് വലിയ ട്രിപ്പ് എടുക്കണ മാറി, കുറച്ച് വീട്ടിൽ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു വരണ പോലത്തെ കണ്ടീഷനിലേക്ക് ട്രിപ്പുകളിലേക്ക് മാറി, ലൈൻ ഹോളിലേക്ക് മാറി. അവിടുന്ന് പിന്നെ ഷോർട്ട് ട്രിപ്പിലേക്കായി, ഡെയിലി വീട്ടിലേക്ക് വരണ പോലെയായി. പിന്നെ ആൾക്ക് ഒട്ടും പറ്റാണ്ടായി. കീമോ ഒക്കെ കഴിഞ്ഞപ്പോൾ ആളെ നിൽപ്പും കാണില്ല, ഇങ്ങനെ ചെരിഞ്ഞിട്ട് നിൽക്കണേ. ഒരു സൈഡൊക്കെ ആളുടെ ശരിക്കും ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ആൾ വീട്ടിൽ സ്ഥിരമായി.
അങ്ങനെ വീട്ടിൽ സ്ഥിരമായി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഇയാളെ വേണ്ട. കാരണം പണം കായ്ക്കണ മരം പണം കായ്ക്കലും നിർത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ നാട്ടിൽ കേട്ടിട്ടുണ്ട് പല കേസുകളും. അപ്പോൾ ഈ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. ബുദ്ധിമുട്ടായി തുടങ്ങിയെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇയാൾ പറയുന്നത് കേൾക്കാനോ ഇയാൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊന്നും അവിടെ നടക്കണില്ല. ഇയാൾ വെറുതെ അവിടെ എന്താ പറയുക, പട്ടി ചന്തയ്ക്ക് പോലെ നടക്കുന്നുണ്ടെന്ന് പറയില്ലേ. ഇയാൾക്കൊരു വിലയില്ല കുടുംബത്ത്. അങ്ങനെ തല്ലായി വഴക്കായി കാര്യങ്ങളായി. ഈ 2 ആൺപിള്ളേരും അമ്മയുടെ കൂടെ നിൽക്കുള്ളൂ. അതാണ് ഇയാൾ പറയുന്ന ഏറ്റവും വലിയ പോയിന്റ്. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യേനെ എൻ്റെ മക്കളെ നോക്കാൻ ഏൽപ്പിച്ചു. അപ്പം എന്താ പറ്റിയത്? അവളുടെ പേഴ്സണാലിറ്റി എന്താണോ അവൾക്കുള്ളത് അതാണ് ആ കുട്ടികളിലും വന്നത്. അപ്പം അവൾ കാണിക്കുന്ന എന്താണോ അതാണ് അവർക്ക് ശരി. ഞാൻ സെക്കൻഡറി ആയി അവർക്ക്. മനസ്സിലായണ്ട? അയാളാണ് ഇത് മുഴുവൻ മെനക്കെട്ടിട്ട് ഇത് മുഴുവൻ മേടിച്ചേന്നോ അല്ലെങ്കിൽ ഇതിൻ്റെക്കും എന്താ പറയുക ഇവരുടെ അപ്പനാണെന്നുള്ള ഒരു കൺസിഡറേഷനും അവിടെ ഇല്ല. അമ്മയ്ക്ക് ഭയങ്കര കൺസിഡറേഷനാണ്, അപ്പന് പുല്ല് വിലയും. അങ്ങനെ 1-2 ഇതായി. വയസ്സാം കാലത്ത് അയാൾക്ക് ഇപ്പോൾ 78 വയസ്സുണ്ട്. ഒരു 72 വയസ്സുള്ള സമയത്ത് ഇയാൾ ഡിവോഴ്സ് എന്നും പറഞ്ഞിട്ട് ഇയാൾ എല്ലാം അവർക്ക് എഴുതി കൊടുത്തു. ഇയാൾ അതിൻ്റെ കാരണം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. എഴുതി കൊടുത്തു. അദ്ദേഹം അവിടെ നിന്ന് യാത്ര തിരിച്ചു. ആ പ്രൊവിൻസ് അയാൾ വിട്ടു, നേരെ ഒണ്ടാരി വന്നു. ട്രക്ക് ഓടിക്കാൻ വീണ്ടും വെച്ചിട്ട് ഒരു കമ്പനിയിൽ വന്ന്, ഇന്ത്യൻ കമ്പനിയിലായിരുന്നു കേട്ടോ, പറയുമ്പോൾ തെറ്റ് മോശം പറയതില്ലോ. വന്ന് കയറി 2 ആഴ്ച കഴിയുമ്പോൾ ആൾക്ക് മനസ്സിലായത് കാശ് കിട്ടാതെ ഇടപെടാന്നുള്ളത്. പുള്ളി നൈസായിട്ട് വിട്ടു. 70 വയസ്സിലയാൾ വന്ന് വണ്ടി ഓടിച്ചുകൂടെ. എന്നിട്ട് പക്ഷേ പുള്ളി എന്നിട്ട് വേറെ കാരണമായിട്ട് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ എങ്ങനെ ജീവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഗവൺമെൻറ്റിൻ്റെ പെൻഷനുണ്ട്. കണ്ട കൊല്ലം ജോലി ചെയ്തതല്ലേ, പെൻഷൻ കാശ് കിട്ടും. പിന്നെ 40 വർഷമായിട്ടുള്ള ഇയാളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അയാൾക്ക് ഇപ്പോൾ ഡിമെൻഷ്യയാണ്. അയാൾക്ക് ഇപ്പോൾ 85 വയസ്സുണ്ട്. അപ്പോൾ അയാൾക്ക് ഡിമെൻഷ്യയുടെ ചെറിയ പ്രശ്നമുള്ളതിൻ്റെ പേരിൽ അയാൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, കാർ ഓടിക്കാനായിട്ട് പറ്റില്ല. അയാളുടെ മക്കൾ സ്വന്തം വീട്ടിൽ ഇങ്ങനെ എന്താ പറയുക നല്ല കുട്ടപ്പനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞൊരു പണി, നീ ഇങ്ങോട്ട് പോന്നോ, നമുക്ക് കൂടെ കൂടാം. എൻ്റെ ബുദ്ധി എന്നാണോ സ്ഥിരമായിട്ട് നശിക്കണേ അന്ന് എന്നെ ഇവർ പിടിച്ച് ഓൾഡ് ഏജ് ഹോമിലോ കൊണ്ടാക്കും, അന്ന് നീ ഇവിടുന്ന് പോയിക്കോന്ന് പറഞ്ഞു. പക്ഷെ അയാൾക്ക് അതൊന്നും ഇഷ്ടമില്ല. ഇയാൾക്ക് ഒരാളുടെ ഔദാര്യം പറ്റണത് ഇഷ്ടമല്ല. അത് ഭയങ്കര ഒരു ഇതാണ്. ഞാനത് ഇയാളോട് ഫസ്റ്റ് ചോദിച്ചെന്താ അറിയാൻ, ഇയാളിങ്ങനെ കാറിൽ താമസിച്ച് ഞാൻ ചോദിച്ചു ഗവൺമെൻറ് ഷെൽട്ടറിലേക്ക് പോയിക്കൂടെന്ന് ചോദിച്ചു. ഞാൻ ഫസ്റ്റ് ഒരൊറ്റ വർത്താനാ, ഐ ഹേറ്റ് ഓൾ ദിസ് പ്ലേസ് മാൻ എന്നുകൊണ്ട്. ഞാൻ ചോദിച്ചു എന്താ കുഴപ്പം ചോദിച്ചു. ഉച്ച തൊട്ട് ലൈനപ്പ് നിൽക്കണം രാത്രി കിടക്കണമെങ്കിൽ. പിന്നെ നല്ല കഞ്ചാവ് വലി അങ്ങനത്തെ അലമ്പ് ടീമുകൾ, നമുക്കൊന്നും ശരിയാവില്ല. അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. എൻ്റെ പേഴ്സണൽ ഷഫുകൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തു, വന്ന് താമസിച്ചു. ബേസ്മെൻറ്റിക്ക് മെനക്കെട്ട് താഴത്ത് ഇറങ്ങണം, എല്ലാം ചെയ്യാം. പക്ഷേ ആ ലാൻഡ് ലോഡ് ഞാൻ ഇല്ലാത്തൊരു ദിവസം അവിടെ കയറി, ഞാൻ ഉള്ള എൻ്റെ പ്രസൻസിൽ അവർ ചെക്കപ്പ് നടത്തിയ കുഴപ്പമില്ല. ഞാൻ ഇല്ലാത്തപ്പോൾ കയറിയിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തു. അത് ഞാൻ അറിഞ്ഞു. അപ്പം തന്നെ നോട്ടീസ് കൊടുത്തു, അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞാൻ തീരുമാനിച്ചു ആരെയും ഫ്രീ വേണ്ട, എനിക്ക് എൻ്റെ കാറുണ്ട്, എനിക്ക് ഇതിൽ കിടക്കാൻ എനിക്കറിയാം. അങ്ങനെയുണ്ട്. അപ്പോൾ ഈ കൂട്ടുകാരൻ, ഞാൻ പറഞ്ഞ ഡിമെൻഷ്യ വായിച്ച കൂട്ടുകാരനെ അയാളുടെ കാർ ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ കാറ് ഇയാളാണ് കൊണ്ടുപോയി. അയാളുടെ ഇൻഷുറൻസ് ഇയാളുടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അയാളെയും കൊണ്ടിട്ട് 2 ദിവസം കൂടുമ്പോൾ പുറത്ത് പോവുക, അങ്ങനത്തെ എല്ലാം ചെയ്യുന്നതാണ്. 40 വർഷമായിട്ടുള്ള കൂട്ടുകെട്ടാണെന്ന് പറഞ്ഞു. 40 years ലെങ്ത് ആയിട്ടുള്ള കൂട്ടുകെട്ടാണത്. അപ്പോൾ അയാളുടെ ഉദ്ദേശത്തിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് താങ്കൾ ഫൈറ്റ് ചെയ്യാതിരുന്നത്. അത് പറഞ്ഞു, മരിച്ച് മുകളിൽ ചെല്ലുമ്പോൾ ഞാനും ഉണ്ട്, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നേരെ ഹോളി ഡോർ തുറന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അവൾക്ക് തുറന്നു കൊടുക്കും. ലേഡീസ് ഫസ്റ്റ്, ലേഡീസിനുള്ളൊരു കൺസിഡറേഷൻ. അവൾക്ക് വയസ്സാം കാലത്തിൽ പണിയും ചെയ്യാറില്ല. ഞാൻ അവളെ അലമ്പുണ്ടാക്കി വഴക്ക് വിട്ടാൽ എന്തൊരു കിട്ടുക. ഞാൻ പിന്നെ എനിക്ക് ഇതിൻ്റെ പകുതി കിട്ടും വിറ്റിട്ട്. ഞാൻ വീണ്ടും ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് പോയി താമസിക്കണ്ടേ. ഇതിപ്പോൾ എനിക്ക് എത്ര ആളുണ്ടാവുമെന്ന് അറിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്ക് ക്യാൻസറാണ്. പുള്ളീനെ കാണിച്ചു തന്നു. ഇങ്ങനെ ഈ തൊണ്ടയുടെ ഈ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, എനിക്കിവിടെ ഇത് ക്യാൻസറാണ്. ഇനി എത്ര കാലം എനിക്കറിയില്ല. എന്തിനാരും ബുദ്ധിമുട്ടിക്കണേ, ഞാനിങ്ങനെ തീർന്നോട്ടെ, കാര്യം കഴിഞ്ഞില്ലേ. ഞാൻ ഗീവ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അടിങ്കാലും പിടിക്കാൻ ഞാൻ പോവില്ല. പക്ഷെ ഞാൻ ചെയ്തൊരു തെറ്റ് ഇതാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ഓക്കെ ബായ്. അപ്പോൾ പേര് ചോദിച്ചു, ഡേവ് എന്ന് പറഞ്ഞ പേര് പറഞ്ഞ് കൈ കൊടുത്ത് ഞങ്ങൾ അതിനെ പിരിഞ്ഞു. അന്നൊരു രാത്രി ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഈ സാധനം എൻ്റെ തലയിൽ കിട്ടുന്ന ഇങ്ങനെ കറങ്ങുക. കാരണം എനിക്ക് ഭയങ്കര ഒരു ഇതായി, ഇത്രയും എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള ഒരു സംഭവം.
എന്നുവെച്ചാൽ ഓക്കെ നമുക്ക് വീഡിയോ പെറ്റിങ് ചെയ്യണല്ലോ. ഞാൻ പിറ്റേ ദിവസം ഇതേമാതിരി ഞാൻ കിടന്നുറങ്ങി വൈകിട്ട് എഴുന്നേറ്റപ്പോൾ ഈ മനുഷ്യ അവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചു ഡേവിസ് സുഖാണെന്ന് ചോദിക്കും. ജെയ്സൺ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇതുണ്ട്, ഞാൻ നിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് നിൻ്റെ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. കൺസെൻറ്റ് വേണമല്ലോ കൂടെ പറഞ്ഞാൽ എടുത്തോ എന്ന് ചോദിച്ചു. നിൻ്റെ കാർ എനിക്കൊന്ന് കാണിച്ചു തരുമോ, അതും കൂടി ഞാൻ ആൾക്കാർ കാണിച്ചോട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ആൾക്കാരും അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇതേപോലെ പോകുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളേക്കും ഗൾഫ് രാജ്യങ്ങളിൽ പോവും, അതുപോലെ ഇവിടെയും കാനഡയിലും പലയിടത്തൊക്കെ ഉണ്ടാവും. കാശിൻ്റെ പുറകെ നെട്ടോട്ടാണ്. അത് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾ. സിംഗിൾ പാരൻറ്റിങ്. അപ്പോൾ എന്നോട് ആ പുള്ളി പറഞ്ഞ ഒറ്റ ഡയലോഗുണ്ട്, സിംഗിൾ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്. ഫാമിലിയാണ് ബേസ് കെട്ടണം. അപ്പോൾ ഫാദറും മദറും ഓരോ പില്ലേഴ്സാണ്. അപ്പോൾ അതിൽ ഒരാളില്ലെങ്കിൽ മറ്റാൾ രണ്ടാളുടെ ഡ്യൂട്ടിയും ചെയ്യണം. അവിടെ എൻ്റെ വൈഫ് പരാജയപ്പെട്ടു. അതാണ് എനിക്ക് എൻ്റെ കുടുംബം എൻ്റെ കയ്യിൽ നിന്ന് പോയത്. ഇത് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം എൻ്റെ വീടെടുക്കാം, ഞാൻ ജോലിക്ക് പോകണു, എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് പറ്റണം എൻ്റെ റോളും കൂടി ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവിടെ നടത്താനായിട്ട് പറ്റണം. അതോടൊപ്പം തന്നെ എന്ത് വേണം, എൻ്റെ ഭാര്യ എൻ്റെ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ അപ്പൻ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കണത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്നും അതിൻ്റെ ഒരു അധ്വാനത്തിൻ്റെ ഒരു വില എന്താണെന്നുള്ളതും. അത് പറയുമ്പോൾ ഭാര്യ മാത്രമല്ല, പെണ്ണുങ്ങളുടെ കാര്യം നേരെ തിരിച്ചാണ്. ഇവിടെ കുറേ വീടുകളിൽ കുറേ ആണുങ്ങൾ വീട്ടുജോലി, ഞാൻ ഉദ്ദേശിച്ചത് മോശപ്പെടുത്തി പറയല്ല, അടുക്കളയിൽ കുക്കിങ് ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഭാര്യമാർ നഴ്സിംഗ് ആയിരിക്കും, എല്ലാം കഴിഞ്ഞിട്ട് വരും. അവർ ചെയ്യണ ജോലി, ആ ജോലിയുടെ മഹത്വം എന്താണെന്നുള്ളത് ഈ മക്കളെ ഈ അപ്പൻ പറഞ്ഞ് വീട്ടിലിരിക്കുന്ന പേരൻ്റ് ആരാണോ അവരത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ മറ്റാൾ വലിയ അടിപൊളിയായിട്ട് ഞാൻ നിങ്ങളെ നോക്കി നിങ്ങളുടെ രസം കഴുകി കുട്ടപ്പനെ ഭക്ഷണം വെച്ച് തന്നിരുന്നു, മറ്റേതൊരു വണ്ടിക്കാളാണ്. മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ ഗൾഫിലത്തെ കുറേ ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട്. കൊറോണ സമയത്ത് ഒരു ഗൾഫുകാരൻ വീട്ടിൽ വന്നപ്പോൾ ഭാര്യ വാതിൽ കൊട്ടി അടയ്ക്കണ വീഡിയോ അന്ന് ഭയങ്കരമായിട്ട് കണ്ടിട്ട് ഞാൻ വേദനിച്ചിട്ടുണ്ട്. ഞാനൊക്കെയാണെങ്കിൽ ഒരു ഒറ്റപ്പെടുത്ത പിടിക്കുള്ള പെണ്ണിൻ്റെ പൊള്ളച്ചെങ്ങ് നോക്കിയിട്ട് അവിടെ തീർക്കും അത്. മനസ്സിലാവണ്ട. പക്ഷെ എന്നിട്ടോ അയാളെ കിടന്ന് മെനക്കെട്ട് നടക്കാണ്, തുറക്ക് എന്ന് പറഞ്ഞിട്ട്. ഒരു എനിക്കറിയാവുന്നൊരു പുള്ളി, അയാൾ വീട്ടിൽ വന്ന് ഇതേമാതിരി സ്ഥിരതാമസമായിട്ട് നിന്നു, മോനായിട്ട് പറ്റണില്ല, ഭയങ്കര പ്രശ്നമായി. അങ്ങനെ മോൻ ആത്മഹത്യ നോക്കി ആംബുലൻസ് കാറൊക്കെ വന്നിട്ട് മെനക്കെട്ട് ചെക്കനെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുമ്പോൾ ഈ പെണ്ണും പിള്ള പറയാണ്, നിങ്ങൾ വന്നതുകൊണ്ടാണ് എൻ്റെ മോൻ ആത്മഹത്യ ചെയ്തതെന്ന്. നിങ്ങളുണ്ടായത് കൊണ്ടാണ് എനിക്ക് ഈ മോനെ കിട്ടിയത്, അല്ലെങ്കിൽ ഈ വീട് കിട്ടിയത്, ഈ വണ്ടി കിട്ടിയത്, അതൊന്നുമില്ല. നിങ്ങൾ വന്നുകൊണ്ടാണ് എൻ്റെ മോനിപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോയത്. അങ്ങനെ മോൻ ആത്മഹത്യ ചെയ്യാൻ പോയെങ്കിൽ അമ്മയുടെ നോട്ടക്കുറവാണെന്ന് നമുക്കൊരു സൈഡിൽ പറയേണ്ടി വരും. അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ ഈ സിംഗിൾ പാരൻറ്റിങ് പൊട്ടയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിനോട് സത്യം പറഞ്ഞാൽ യോജിക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഞാൻ ഒരു സിംഗിൾ പാരൻറ്റ് വളർത്തിയ ഒരു മോനാണ്. എൻ്റെ പപ്പ ചെറുപ്പത്തിലെ മരിച്ചുപോയി. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എൻ്റെ പപ്പ മരിച്ചു പോയതാണ്. എൻ്റെ പപ്പ മരിച്ചു പോയതിന് ശേഷം എൻ്റെ മമ്മി ഒരു പെണ്ണിൻ്റെയും ഒരു ആണിൻ്റെയും റോൾ എടുത്തിട്ട് തന്നെ എന്നെ വളർത്തിയത്. അതുകൊണ്ട് അത് എനിക്ക് നമ്മൾ വളർന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവണം, ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും റോൾ എടുത്തുകൊണ്ട് ഒരു കുടുംബത്തിന് മുന്നോട്ട് കൊണ്ടുപോകാം. സെയിം ലൈക്ക് ഒരാണ് വിചാരിച്ചു കഴിഞ്ഞാലും 2 റോളും എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന വീട് അയാൾ പറഞ്ഞ മാതിരി ബേസില്ലാതെ തകർന്നു പോകുന്ന ചീട്ട് കൊട്ടാനായിട്ട് മാറും. അത് ശ്രദ്ധിക്കുക. കാരണം നമ്മളൊക്കെ ഇപ്പോൾ കാശിൻ്റെ പുറകിലാണ്. സംഭവം ശരിയാണ്, കാര്യം നടത്താൻ കാശ് വേണം. എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മൊബൈലിൽ വീഡിയോ എടുത്ത് പറഞ്ഞാൽ മതി, കാശ് താൻ തരുമെന്ന് ചോദിച്ചാൽ ഞാൻ തരില്ല. എനിക്കുള്ള കാശിന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റണില്ല, പിന്നെ നിങ്ങൾക്ക് തരാൻ പോണേ ഒന്നും പറ്റില്ല. അപ്പോൾ എന്ത് വേണം, കൂടെ നിൽക്കുന്നവൻ ഇതറിയണം, അത് കുട്ടികളിലേക്ക് പകർന്ന് കൊടുക്കണം. അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇരയായിട്ട് ഡിപ്രഷൻ അടിച്ചിട്ട് വല്ല അനാഥാലയത്തിൽ ഇപ്പം അറിയാം, ഓൾഡ് ഏജ് ഹോമുകൾ നാട്ടിലും പന പോലെ പൊങ്ങിയിട്ടുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അവിടെ ചെന്നിട്ടൊരു ഗീവ് അപ്പ് ചെയ്യാന്ന് പറയില്ലേ, ആ ഒരു സാധനം അത് അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. കാരണം ഈ മനുഷ്യനെ അവസാനം ഞാൻ ചോദിച്ചു ഇയാളോട്, ലാസ്റ്റ് ആടാം പുള്ളി ആ പറയുന്നൊരു വീഡിയോ, പ്രശ്നങ്ങളുണ്ടാവും ഇതുണ്ടാവും, ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത്. ഞാൻ ചോദിച്ചോട്, ബൈ നിങ്ങൾ ഹാപ്പിയാണോ? അപ്പോൾ ആളിങ്ങനെ വീട്ടിൽ പറഞ്ഞു ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ ഹാപ്പിയല്ല, പക്ഷേ എന്നെക്കൊണ്ട് പറ്റും. അയാൾ പറഞ്ഞ കാര്യമുണ്ട്, എക്സ്പീരിയൻസാണ്. 10-20 വയസ്സ് തൊട്ട് അധ്വാനിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ കുറേ ലൈഫിൽ കുറേ കാര്യങ്ങൾ കണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. ഇപ്പോഴത്തെ ജനറേഷന് ആ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള സാധനം ഇല്ല.
അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് എന്ത് പറ്റും, ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ ചടപടയെന്ന് വെച്ചാൽ അവർ എന്താ പറയുക, ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയില്ലേ, ആ സെറ്റപ്പാണ്, ഹൃദയഭേദകമായ അവസ്ഥയ്ക്ക് അവർ പോവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കേസും ബുക്കാറിനും പോകാത്തതിൻ്റെ ഒരു റീസൺ ഇതാണ്, പെണ്ണുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നല്ലത് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ നടക്കും. പക്ഷേ ഒരു കണക്കിന് ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, വല്ലാണ്ട് ഓവറായിട്ട് നന്മ കയറി കഴിഞ്ഞാൽ പ്രശ്നം ഇട്ടുകൊടുത്ത് പോരേണ്ടി വരും. ചില ആൾക്കാർ എന്ത് ചെയ്യുക, ഫൈറ്റ് ചെയ്യും, നോക്കിയാൽ എന്നാൽ കുറച്ചും കൂടി ഇത് കാശോ കാര്യങ്ങളായിട്ട് വല്ല അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ഒറ്റയ്ക്കെല്ലാം പോയി ജീവിക്കും. അപ്പോൾ അയാൾ പറഞ്ഞു വെച്ചെങ്കിൽ ഞാനിപ്പോൾ ക്യാൻസർ ആയതുകൊണ്ട് പെട്ടെന്ന് തീരും, അതിനുള്ളിൽ കൂടെ തന്നെ കേസും ബുക്കാരായിട്ട് പോകണ്ട, പിന്നെ ഒരു പെണ്ണായിട്ട് വഴക്കിടാന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. അത് ഒരു പരിധി വരെ ശരിയാണ്. ഈ രാജ്യത്ത് ഈ പെണ്ണുങ്ങളുടെ വാക്കിനാണ് കോടതികൾ കൂടുതൽ ഇത് കൊടുക്കുക. അവിടെ ഒപ്പം തന്നെ മക്കളും കൂടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമൊന്നുമല്ല കാര്യങ്ങളെ, എന്തെങ്കിലും നക്കാപ്പിച്ച് പിന്നെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ വഴിക്ക് പോകണമെന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി അങ്ങോട്ട് പോയില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ഫസ്റ്റ് ദിവസം അവരോട് ചോദിച്ചു, ഞാൻ പറഞ്ഞിങ്ങനെ എൻ്റെ ഫുഡ് എക്സ്ട്രാ ഇരിപ്പുണ്ട്, ഞാനൊരു പാക്ക് തരട്ടെ നിനക്ക്, ഇഫ് യു ഡോണ്ട് മൈൻഡ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇന്ത്യൻ ഫുഡ് അത്ര ഓക്കെ കുഴപ്പമില്ല, മോർ സ്പൈസിയാണ്, പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് ക്യാൻസർ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല, അപ്പോൾ എനിക്കിഷ്ടമല്ല. പുള്ളി പറഞ്ഞു, എനിക്കിഷ്ടമല്ല, ആൾക്കാർ എന്നെ നോക്കി സഹതപിക്കുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ എൻ്റെ ഇത് ഞാൻ തിരഞ്ഞെടുത്തു, ഞാനൊരു മാനാണ്, ഞാൻ എൻ്റെ വഴി ചൂസ് ചെയ്തു, ഞാൻ അതേ പോയി, എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പിന്നെ ഇതിനെ വിഷമിക്കണേ, ഐ ആം റെഡി ടു ഡൈ, എൻ്റെ സമയമാവണു, ഞാൻ അതേ പോണു, ദാറ്റ്സ് ഇറ്റ്. എന്താ പറയുക, ഞാൻ സംസാരിച്ചു, നല്ല തിളക്കുള്ള കണ്ണുകളായിരുന്നല്ലേ, ഞാൻ അവിടെ ആളെ എന്താ പറയുക വീഡിയോ എടുത്ത്. പക്ഷേ പിന്നീട് സംസാരിച്ച് വരുമ്പോൾ എത്ര തിളക്കുണ്ടെങ്കിലും മനുഷ്യനല്ലേ, ചെറിയ ആ തിളക്കം ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ അന്ന് രണ്ടാമത്തെ ദിവസം ആളെ കണ്ടു, കൺസൾട്ടേക്കും ചോദിച്ചിട്ട് ആൾ ജസ്റ്റ് സംസാരിച്ച് ഞാൻ പോയി കുളിച്ച് ഫ്രഷായിട്ട് കുളിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, ഇയാൾക്കൊരു ഭക്ഷണം മേടിച്ച് കൊടുക്കണമല്ലോ എങ്ങനെയും. അങ്ങനെ എനിക്കറിയാം ഭയങ്കര അഭിമാനികൾ. ഞാൻ പതുക്കെ ചോദിച്ചു, ബ്രോ ഞാൻ പോകാൻ 2 മണിക്കൂർ സമയമുണ്ട്, എനിക്ക് തണുപ്പാണ് പുറത്ത്, പെട്ടെന്ന് വെതർ മാറി, സോറി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അപ്പുറത്തെ ഒരു ഹാർവീസിൻ്റെ ഒരു ഇതുണ്ട്, ബർഗറിൻ്റെ കട, അവിടെ നിന്ന് പറഞ്ഞാൽ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നീ ഒന്ന് എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. വൈ നോട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രക്കിലേക്ക് എൻ്റെ ടവലും സാധനം കൊണ്ടേക്കൊണ്ട് പോയപ്പോൾ പുള്ളി കാറെടുത്ത് നേരെ എൻ്റെ പിന്നാലെ വന്നു. ആ ക്രൈസ്ലറിൻ്റെ ആ ബ്ലാക്ക് കാറും കൊണ്ട് പുള്ളി വന്നു. ഞാൻ അതിക്ക് നേരെ അവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഹാർവീസ് എനിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓക്കെ, അപ്പോൾ അവൻ കഴിക്കും നല്ല പ്രതീക്ഷയിൽ ഞാൻ ചെന്നു. അവിടെ നിന്നപ്പോൾ അവൻ പറഞ്ഞു, ഓക്കെ നീ പോയിട്ട് മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ല നീ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അല്ല എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വാ ബ്രോ, ജസ്റ്റ് എന്തെങ്കിലും ഒരു കോഫി, അറ്റ്ലീസ്റ്റ് കോഫിയിലും മേടിക്കാം ബാ. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് പറയുന്ന ബർഗർ അവനോട് അത് ഇഷ്ടം ചോദിച്ചിട്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയെങ്കിലും പിടിപ്പിക്കാനായിരുന്നു. പുള്ളി ജമ്മ ചെയ്ത വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല. പുള്ളി പറഞ്ഞു, എനിക്ക് ഫുഡ് വേണ്ട, എൻ്റെ ഭക്ഷണം സത്യം പറഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞു. ആ ഷോപ്പിലത്തെ ആൾ, അവർ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അവരവിടെ അന്നുണ്ടാക്കിയ പിസ്സയായിട്ട് അവസാനത്തെ ഒരു 2-3 സ്ലൈസ് പിസ്സയ്ക്കും ആ പുള്ളിക്ക് കൊടുക്കും. അപ്പോൾ അത് പുള്ളി എന്തെങ്കിലും നിസ്സാരം $2 മുഴുവൻ മേടിച്ചിട്ട് പുള്ളി അത് കഴിക്കും. എനിക്ക് പറഞ്ഞപ്പോൾ ഇത്രയും വർഷം ഈ വണ്ടി ഓടിച്ച് നടന്നിട്ടും പിടിച്ചിട്ടേക്ക് വന്നിട്ട് ഈ മനുഷ്യൻ ഈ പെട്രോൾ പാസിൽ വന്ന് സംസാരിച്ചു, അതിൻ്റെ ഓണറായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇയാളിലൊരു ജെനുവിനിറ്റി ഉണ്ടെന്ന്. അങ്ങനെ അവർ സമ്മതം കൊടുത്തു, നീ ഇവിടെ രാത്രി ഒരു പാർക്കിംഗ് സ്പോട്ടിൽ നീ വണ്ടിയിട്ട് കിടന്നോന്ന്. അപ്പോൾ ഇവർ 8 മണിക്ക് ഒരു ക്ലോസ് ചെയ്ത് പോകും. അപ്പോൾ ഒരു 7 മണിയാകുമ്പോൾ പുള്ളി ആ സമയത്താകുമ്പോൾ പതുക്കെ വരും, വന്നിട്ട് കൂളായിട്ട് ആശാൻ അവിടെ കയറും. അവിടെ കയറി ഭക്ഷണം അല്ലെങ്കിൽ മേടിച്ച് കഴിച്ച് അവിടെ ഇരുന്ന് ഒരു 12-1 മണിക്ക് ആകുമ്പോൾ പുള്ളിക്ക് എപ്പോഴാണ് ഉറക്കം വരണേ അവിടെ നിന്ന് എനിക്കും നേരെ കാറിൽ വരും, വണ്ടി സ്റ്റാർട്ട് ചെയ്യും, സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങും. കാലത്ത് എനിക്കും പ്രഭാത കർമ്മങ്ങളേക്കും അവിടെ ചെയ്യും. കൂളായിട്ട് ആളെ വണ്ടി എടുക്കും. നേരെ ഇവരുടെ കുറച്ച് കമ്മ്യൂണിറ്റികളുണ്ട്. ഈ നമ്മുടെ ടീം ഹോട്ടൽ പോലെ സ്ഥലത്ത് പോയി കാണാൻ പറ്റും. വയസ്സന്മാരൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയണം, ഓരോ ഗ്രൂപ്പുകളുണ്ട്. അവിടെ പോവും, വർത്താനം പറഞ്ഞ് നീക്കിയിരിക്കും. അത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് അങ്ങനെ പോവും. വൈകിട്ട് 7 മണിയാകുമ്പോഴേക്കും വീണ്ടും വരും, ഇവിടെ വരും. അല്ലെങ്കിൽ അതിന് മുമ്പ് മറ്റേ പുള്ളിയുണ്ട്, നമ്മുടെ 85 വയസ്സുള്ള 40 വർഷത്തെ കൂട്ടുകാരൻ, ആളെയും കൊണ്ട് പുറത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇയാളുടെ അഡ്രസ്സ്, ലൈസൻസിൻ്റെ അഡ്രസ്സ്, പെൻഷൻ്റെ കാര്യങ്ങൾ എല്ലാം ആ കൂട്ടുകാരൻ്റെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ചോദിച്ചു പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ പ്രശ്നങ്ങൾ പലതും ഉണ്ടാവും.
നമ്മൾ വികാരപ്പുറത്തല്ല, വിവേകപ്പുറത്ത് ഡിസിഷൻ എടുക്കുക. അതിനു മുമ്പൊരു കാര്യം, പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ ഇത്രയും അനുഭവം ഉണ്ടായ പുള്ളിക്ക് എന്താണ് നമ്മളോട് പറയാൻ ഉള്ളതെന്ന് കേട്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ശരി, ബൈ. If you ever get in this situation, don't give up. Do the best you can. It's a hard way to live, but sometimes you have to try to do the best you can. And the lady here, Joan, she helps me quite a bit. She's there if I need some help. So it's people like that, you know, they realize what my problem is, so she tries to help me as much as she can. That's about it. Just keep going with life. Do the best you can. That's all I can say.